സായാഹ്നവേളകളിൽ കുട്ടികൾക്ക് ആർത്തുല്ലസിക്കാൻ വ്യത്യസ്ത സംവിധാനങ്ങളുമായി പണികഴിപ്പിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. 1.92 കോടി രൂപ ചെലവിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാർക്ക് ഇപ്പോൾ ഒരു ചെറിയ വനമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്തനടുക്ക് ഒരു വനാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സമയം ചെലവഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരാം. ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. പുല്ലിൽ ചവിട്ടാതെ നടക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് വച്ചിട്ടുണ്ട്. പക്ഷേ പാർക്ക് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് അതുമാത്രം സാധിക്കില്ല. ഒരു വനത്തിൽ കാണുന്ന അത്യാവശ്യം കാട്ടുപുല്ലും ചെടികളും ഒക്കെയായി ഒരു ചെറിയ വനമായി മാറിയിരിക്കുകയാണ് ഈ പാർക്ക്. ക്രിസ്മസ് ന്യൂ ഇയർ അവധി കൂടിയെത്തിയതോടെ ഒട്ടനവധി പേരാണ് പാർക്കിലേക്ക് എത്തുന്നത്. കുട്ടികളുമായി പാർക്കിലേക്ക് എത്തുന്ന രക്ഷിതാക്കൾക്ക് ഉള്ളിൽ നെഞ്ചെടുപ്പാണ്. വനാന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഇഴജന്തുക്കൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയുമുണ്ട്. കാരണം നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് ഇപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ടപ്പോൾ മൊത്തം പറയായിരുന്നു, ഇവിടെ മൊത്തം ഒരു വൃത്തിയില്ലാത്ത പോലെ കിടക്കുകയാണ്. കുട്ടികളൊന്ന് താഴെ നിർത്താനോ ഒന്നിനും പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വീക്കെൻഡിൽ വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യമൊന്നും കുഴപ്പമില്ല, ഇപ്പം നല്ല രീതിയിൽ കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. അല്ല പാമ്പാവെല്ലാം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാം കൊച്ചു കുട്ടികളാണ് ഇവിടെ കളിക്കുന്നത്. പാർക്കിൽ കാട് പിടിച്ച് കിടക്കുന്നത് മാത്രമല്ല പ്രശ്നം, പാർക്കിൽ മുഴുവൻ മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഭക്ഷണാവശിഷ്ടങ്ങളും നിറഞ്ഞു കിടക്കുന്നു. വൃത്തിയാക്കാൻ പോലും ആരുമില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയും വനിതാ റെജിമെന്റ് ക്യാപ്റ്റനുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരിൽ നിർമ്മിച്ച ഈ പാർക്ക് വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി അധികൃതർ കാണിക്കണം. അനൂപ് MR ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.